പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. ജനദ്രോഹ സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തിയത്. പ്രതിഷേധക്കാർ താലൂക്ക് ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറിയതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം, മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ ഇല്ലായ്മ, +2 സീറ്റുകളുടെ അപര്യാപ്തത, പെൻഷൻ, മസ്റ്ററിംഗിലെ അശാസ്ത്രീയത തുടങ്ങി നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മാർച്ച്. പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ പറഞ്ഞു. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിന് കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും സുതാര്യമായി പ്രവർത്തിക്കേണ്ട PSCയുടെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണെന്നും സമദ് പറഞ്ഞു. ഒരു കാര്യം, പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയാത്തത് സാധാരണക്കാർക്ക് ഗവൺമെന്റിനെതിരെ പ്രതികൂലമായ മനസ്ഥിതി ഉണ്ടാക്കി എന്ന പാർട്ടി വിലയിരുത്തലിൽ നിന്നും കാര്യങ്ങളെ അതിനനുസരിച്ച് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല, ഭരണകൂടം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കുടിശ്ശിക ഇപ്പോൾ നൽകും, ബാക്കി പണം പിന്നെ എന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ്, പ്രത്യേകിച്ച് പിണറായി ഗവൺമെന്റ് 2ാം വട്ടം അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റാണ്. 5 വർഷം ഭരണം കഴിഞ്ഞ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ തുടർച്ചയായ മറ്റൊരു ഭരണത്തിന് നേതൃത്വം നൽകുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം. നമ്മൾ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. അത് ഓരോ ഭരണകാലത്തും ഓരോ പാർട്ടികളും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് മെറിറ്റോറിയസ് ആണോ, ആവശ്യമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇപ്പോൾ +1 അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. മാർച്ച് മേലെ പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. ഇസ്മായിൽ വിളയൂർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CA സാജിദ്, PT മുഹമ്മദ്, E മുസ്തഫ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.